എംടിയുടെ നാലുകെട്ടിൽ ഉമ്മയുടെ കൈപിടിച്ച് തെക്കേപ്പാട്ട് തറവാട്ടിലേക്ക് ഓടിക്കയറിയ കുഞ്ഞുക്ക ഇന്നും കൂടല്ലൂരിലുണ്ട്. ഉമ്മയിൽ നിന്നും പകർന്നു കിട്ടിയ ഓർമ്മകൾ കുഞ്ഞുക്ക വിഗ്നസ് ന്യൂസിനോട് പങ്കുവച്ചു. ഒരു പെരുമഴക്കാലത്ത് എംടിയുടെ തെക്കേപ്പാട്ട് തറവാട്ടിലേക്ക് ഓടിയെത്തിയ ആമിന ഉമ്മയും കൈക്കുഞ്ഞും എംടിയുടെ നാലുകെട്ടിലെ യഥാർത്ഥ കഥാപാത്രമായ കുഞ്ഞുക്ക ഇപ്പോഴും കൂടല്ലൂരിലാണ് താമസം. അന്ന് പെയ്ത കനത്ത മഴയും ശക്തമായ കാറ്റും 7 ദിവസം പ്രായമായി തന്നെയും ചേർത്തുപിടിച്ച തെക്കേപ്പാട്ട് തറവാട്ടിൽ അഭയം തേടിയ കഥയുമെല്ലാം ഇന്നും കുഞ്ഞുക്കയുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. തങ്ങളുമായുള്ള സ്നേഹം എന്നും എംടി കാത്ത് സൂക്ഷിച്ചിരുന്നു. നവതിക്ക് എംടിയുടെ വീട്ടിലെത്തി സന്ദർശനം നടത്തിയിരുന്നുവെന്നും കുഞ്ഞിക്ക പറഞ്ഞു. തെക്കേപ്പാട്ട് വീടും എംടിയുടെ അമ്മയുമായും എംടിയുമായുള്ള വലിയ സ്നേഹബന്ധത്തിന്റെ കഥകളും കുഞ്ഞിക്കയുടെ മനസ്സിൽ ഓർമ്മകളുടെ തിരയിളക്കം സൃഷ്ടിക്കുകയാണ്. നാലുകെട്ട് എഴുതിയതിലും ഉമ്മയുടെ പേരുണ്ട്. പിന്നെ ആ ഉമ്മ പറഞ്ഞ കഥയെ എനിക്ക് പറയാനുള്ളൂ. പെറ്റ എഴുതുന്ന അതിന് ശേഷം പിന്നെ മൂപ്പരും ഞാനുമായിട്ടുള്ള ജീവിതത്തിലുണ്ട് എന്നുള്ളതല്ലാതെ നാലുകെട്ടിൽ പറഞ്ഞ കഥ അങ്ങനെയാണ്. 95 വെള്ളപ്പൊക്കം. അന്ന് എന്നെ പെറ്റ 7 ഈ പെറ്റ 7 അന്ന് വെള്ളപ്പൊക്കം കാറ്റുമൊക്കെ വീണ് പെര വീണ്. അപ്പോൾ വീട്ടിൽ വാപ്പ ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വാപ്പ വന്നു. അപ്പോൾ ഉമ്മ പുറത്ത് നിൽക്കുകയാണ്, പെരയൊക്കെ വീണ്. അങ്ങനെ ഉമ്മ എന്നെ എടുത്ത് തോളിലിട്ടു. വാപ്പ വന്ന് ഉമ്മാനെയും പിടിച്ചു. വാപ്പാടെ ഉമ്മയുണ്ടായിരുന്നു, അവരുടെയും കൂടി പിടിച്ചു. പാടത്തേക്ക് ഇറങ്ങി. മരങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അങ്ങനെ കാറ്റിൻ്റെ ശക്തി കൊണ്ട് മഴ കൊണ്ട് വാപ്പാടെ പെറ്റ ഉമ്മ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ ഉമ്മ പിന്നെ വാപ്പ ഉമ്മാനെ ഏറ്റ് അങ്ങനെ തെക്കേപ്പാട്ട് പഠിക്കലേക്ക് ആക്കി കൊടുത്തിട്ട് നീ ഞാൻ കയറി പോയിക്കോ തെക്കേപ്പാട്ട്, പിന്നെ ഞാനും ഉമ്മാനെ തിരഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞ് വാപ്പ തിരിച്ചു പോന്നു. അങ്ങനെ വാപ്പാടെ ഉമ്മ ഒരു മൂച്ചിക്കൊമ്പത്ത് തടഞ്ഞിരുന്നിരുന്നു. അങ്ങനെ വാപ്പാടെ ഉമ്മാനെ കിട്ടി. ഉമ്മ അങ്ങനെ തെക്കേപ്പാട്ട് കയറി എംടിയുടെ വീട്ടിൽ പോയി കയറി തിന്ന് അവരൊരു ഓലക്കൊടിയൊക്കെ ഇട്ട് ചൂടാക്കി അങ്ങനെ അവരുടെ വീട്ടിൽ താമസിച്ചു 3 മാസം. ഈ കഥ എൻ്റെ ഉമ്മ പറഞ്ഞതേ എനിക്കറിയൂ. പിന്നെ ഞാൻ വലുതായതിന് ശേഷം വീടും ഇതൊക്കെ ആയിട്ട് വീടും പരിസരവും എംടിയുടെ അമ്മയൊക്കെ എനിക്ക് വളരെ സൗഹാർദ്ദ ജീവിതമായിരുന്നു. എംടി ഇവരൊക്കെ പോസ്റ്റ് ഓഫീസിൽ പോകാനും ഇതിനൊക്കെ എന്നെ വിളിക്കാറുണ്ട്. അവിടെ പോയി വരുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് അവരെന്നെ പറഞ്ഞേക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള കഥകൾ വയനാട്ടിൽ സ്കൂൾ ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ആയിരുന്നു. അവർക്ക് നല്ല ഹെഡ്മാസ്റ്റർ എന്നുള്ള ഒരു എന്തോ പട്ടം കിട്ടിയിട്ടുണ്ട്. പിന്നെ കൊച്ചുണ്ണിയർ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററായിരുന്നു, അവർക്കും എന്തോ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാലൻ നായർ യൂത്ത് ബാൻഡ് ഏജന്റായിരുന്നു. അവരൊക്കെ ഇങ്ങനെ ഇതാണ്. പിന്നെ വീട്ടിൽ നടക്കുന്ന പ്രവർത്തന കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എംടിയുടെ അമ്മ വേണ്ടിയുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ തരുമ്പോൾ അവിടെ ചെന്ന് അന്നൊക്കെ ഭക്ഷണത്തിനൊക്കെ വലിയ വിഷമമുള്ള കാര്യങ്ങളായിരുന്നു. അവിടെ വീട്ടിൽ ചിലപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പറഞ്ഞേക്കുള്ളൂ. ചിലപ്പോൾ മഴയായിരിക്കും, മഴയത്ത് അവർ കുടയൊക്കെ പിടിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പറഞ്ഞേക്കുക. പിന്നെ ചെറുപ്പം മുതൽക്ക് അവിടെ ഇങ്ങനെ പരിചയമൊക്കെ കാര്യമുള്ളതിൻ്റെ പേരിൽ അത്യാവശ്യ കാര്യത്തിനൊക്കെ വിളിച്ചാൽ അവിടെ ചെന്നാൽ അവർ ഭക്ഷണം കഴിച്ചത് കഴിഞ്ഞാൽ പിന്നെ ആട്ടതികളൊക്കെ ഉണ്ടാകുമ്പോൾ എംടിയുടെ അമ്മ എന്നെ ഇച്ചിൽ കയ്യിൽ കൊണ്ട് തന്നെ ഇല ഭക്ഷണം കഴിച്ചാൽ ഇല പൊട്ടാതെ എടുക്കാനും അത് കൊണ്ടിടാനൊക്കെ പഠിപ്പിച്ചത് എംടിയുടെ അമ്മയാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ എംടി ഇവിടുന്ന് ആഴ്ചയായി കോഴിക്കോട് പോയി അവിടുന്ന് വരുമ്പോൾ അമ്മനെ കണ്ട് ഇവിടെ വരുമ്പോൾ അമ്മനെ കണ്ട് എൻ്റെ ഉമ്മാനെ കണ്ടിട്ട് എന്തെങ്കിലും പൈസ ഒക്കെ കൊടുത്തിട്ടാണ് എംടി. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എംടിന് എനിക്ക് നല്ല ചെറുപ്പങ്ങൾക്കുള്ള കാര്യങ്ങളൊന്നുമില്ല. അവിടെ ആ വീട് വെച്ച സഹകരണം നല്ലതിലായിരുന്നു. എന്താ വീടിപ്പോൾ ഒന്നുമില്ല, കൂട്ടി കെടുക്കുക. അവസാനമായിട്ട് എംടിനെ ഇപ്പൊ എന്നാ കണ്ടത്? നവതിയുടെ അന്ന് കണ്ട് സംസാരിച്ച് ഫോട്ടോ ഒക്കെ വന്നിരുന്ന പേപ്പറിൽ ഞാനും അവരായിട്ട് സംസാരിച്ച ഫോട്ടോകളൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും എനിക്ക് എംടിനെ പറ്റി പറയാനുള്ള. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.